ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്കും അധ്യാപകന്മാർക്കും എന്റെ സ്നേഹമുള്ള സഹപാഠികൾക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രശസ്തിയായ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പട്ടികയിൽ നമ്മുടെ കോളേജ് ഇന്ത്യയിൽ 7ാം സ്ഥാനത്തും കേരളത്തിൽ 1ാം സ്ഥാനത്തും നിൽക്കുന്നു. ഈ പ്രശസ്തിക്ക് ഒരാൾ മാത്രമാണ് കാരണക്കാരൻ. അദ്ദേഹമാണ് നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ മിസ്റ്റർ വിശ്വനാഥൻ അവർകൾ. സാറേ, വർത്തമാനം മാത്രം അവന്റേത്, ഭാഷയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാ. കഴിഞ്ഞ 32 വർഷങ്ങളായി ഈ കോളേജിൽ പല വിദ്യാർത്ഥിനികൾ ഇദ്ദേഹം കാരണം പീഡനത്തിന് പലപ്പോഴും ഇടയായിട്ടുണ്ട്. വിദ്യാഭ്യാസം എന്നുള്ളത് പീഡനം ഞാനാണ് ആക്കിയത്. ഇനിയും ധാരാളം പേർ ഇദ്ദേഹത്തിന്റെ പീഡനത്തിന് ഇരയാകേണ്ടി വരും. എനിക്കൊരാശ്ചര്യം, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്രയും പേരെ പീഡിപ്പിക്കുവാൻ സാധിക്കുന്നത്? തന്റെ ചെറുപ്പകാലം മുതൽ അശ്ലീല ചിത്രങ്ങൾ വായിച്ച് വേണ്ടാത്ത പ്രക്രിയകൾ കാണിച്ചു കൂട്ടി തന്നെ ഇതിനു വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. നാം ഏവരും അദ്ദേഹത്തിന്റെ പാത പിന്തുടരണം. ഇന്നിവിടെ വിദ്യാർത്ഥികളായിരിക്കുന്ന നാം നാളെ നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഇദ്ദേഹത്തെ പോലെ പീഡിപ്പിക്കുന്നവനാകണമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം. അയ്യോ, അതെന്റെ തെറ്റല്ല. IEC വിദ്യാർത്ഥികളെ പോലെ ലോകത്തിൽ ഒരു വിദ്യാർത്ഥികൾക്കും പീഡിപ്പിക്കുവാൻ കഴിയില്ലെന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ചു കാണിക്കണം. ആ അഭിമാനം നമ്മുടെ പീഡനാചാര്യൻ, നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ശ്രീ വിശ്വനാഥ് അവർക്ക് മാത്രമുള്ളതാണ്. പീഡന രാജാവ് ശ്രീ വിശ്വനാഥൻ സാർ, ശക്തമായി അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി കാമദേവൻ. കാമെന്ന് വെച്ചാ സെക്സ് അല്ലടി. കാമമാണ് ഇദ്ദേഹത്തിന്റെ ശ്വാസം തന്നെ. കണ്ടില്ലടാ ഞാൻ കൊടുത്ത പണി എങ്ങനെയുണ്ട്? കാമത്തിന് വേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറാണ് അദ്ദേഹം. പീഡന കേസും ഒരു കാമനയില്. അയ്യോ, പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. മണ്ട, എന്താ വിശ്വനാഥൻ ഇവനിങ്ങനെ വൃത്തിയോട് പറയുന്നത്? കാമദേവൻ അവർകളെ, അങ്ങയുടെ ലീലാവിലാസങ്ങൾ ഞങ്ങളുടെ പീഡന രാജാവ് ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, നിങ്ങളുടെ ഇത്രയധികം പ്രശസ്തിക്ക് കാരണക്കാരൻ തന്നെ അദ്ദേഹമാണ്. എന്താ 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 ഇവനീ പറയുന്നത്? അതിവേഗത്തിൽ തന്നെ ലോകമെന്നും പരക്കെ നിങ്ങളുടെ പ്രശസ്തിയെയും പീഡിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്താ ഇത്? എന്നെ കളിയാക്കാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇന്ന് അധ്യാപക ദിനമാണ്. അധ്യാപക ജോലി എന്ന് പറയുന്നത് അർപ്പണമാണ്. അതിനെ ഞാനും വണങ്ങുകയാണ്. എന്ന് സ്വന്തം ജീവിതം നമുക്കായി അർപ്പിച്ചു തന്ന അധ്യാപകർക്ക് നാം നമ്മുടെ കീഴ്ശ്വാസം വിട്ടു കാണിക്കേണ്ട സമയമാണിത്. കീഴ്ശ്വാസം വിട്ട് എങ്ങനെ കാണിക്കും? എക്സ്പേർട്ടാ സംസാരിക്കുന്ന കേക്ക്. കീഴ്ശ്വാസം 4 തരത്തിലാണ് അറിയപ്പെടുന്നത്. ആശ്വാസം, കുയ്യാക്കാരം, അല്പഘോഷം. എന്താ ഇവനീ പറയുന്നത്? ദുസ്വാകാരം, മഹാഘോഷം, നിശബ്ദം, പ്രാണസങ്കടം. അർത്ഥം മനസ്സിലാക്കാതെ ചെയ്താലേ എല്ലാം ഇങ്ങനെ തന്നെ വരും. നീ അടിക്കുന്ന കോപ്പി ഉണ്ടല്ലോ, ചിലപ്പോ 4 വർഷം വരെ നിന്നെ രക്ഷിക്കും. എന്നാ അടുത്ത 40 വർഷം വരെ നീ പീഡനത്തിന് ഇരയാകേണ്ടി വരും മോനെ. ഇവൻ